എൻ്റെ കോലം കണ്ടപ്പോഴേ മനസ്സിലായിക്കാണ് ഞാൻ എങ്ങോട്ടാന്ന്. ഞാൻ വീട്ടിലോട്ട് വരുമായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ കൂറക്കോലത്തിലൊക്കെ നിന്ന പാടെ പെട്ടെന്ന് വിളിച്ചൊരുങ്ങി ഞാൻ പോകുന്നതാണ്. അപ്പോൾ അച്ഛൻ വിറക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീർത്തിക്കാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിക്ക് മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം മിത്തു ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മിത്തു വന്നത്. മിത്തു വന്നപ്പോഴത്തേക്ക് ഞാൻ അവളെ തല്ലിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുടുംബശ്രീയൊക്കെ വീട്ടിൽ വെച്ചായിരുന്നു. അവരൊക്കെ വന്ന് നമ്മുടെ വീഡിയോസിനൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാണാറുണ്ടോ? അപ്പോൾ ഇവിടെയുള്ള വല്ലതും പറയാറുണ്ടോ? എല്ലാവരും പറഞ്ഞേ. അപ്പം ഞാൻ വന്നെന്ന് അറിയുമ്പോഴത്തേക്ക് എപ്പോഴും അപ്പുറം ഇപ്പുറമുള്ളവരൊക്കെ ഓടി വരും കേട്ടോ. അവന്മാരൊക്കെ ആണെങ്കിലും വന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നും വേണ്ട, എല്ലാത്തിനും എല്ലാവരും കുടിക്കോളും കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ രാഹുൽ വന്ന് എൻ്റെ വലിയച്ഛൻ്റെ മോനാണ്. അങ്ങനെ വീഡിയോസിലൊന്നും വരികയില്ല. വരികയാണെങ്കിൽ എല്ലാം കൊല്ലുവേ. ഇതെന്ത് പറ്റിയെന്ന് അറിയാമല്ലോ, പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളറിയാമല്ലോ ചേച്ചി അനിയനും കൂടിയാൽ പിന്നെ യുദ്ധവും വഴക്കും ഇടിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കിട്ട് പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ ധൈര്യമായിട്ട് എടുക്കുമല്ലോ. അങ്ങനെ പിന്നെ അല്ലെങ്കിലും ഞങ്ങൾ പോരാന്നോർത്തൊരു ഇടി ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്നേഹപ്രകടനമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന ഇവൻ വന്ന് മടി കിടക്കുക. എന്നിട്ട് പിന്നെ തല മസാജ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മടി കിടന്ന് ബഹളമായിരിക്കേ.